കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇഡിയുടെ അതിശക്തമായ റെയ്ഡ് നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRലും തമ്മിലുള്ള മാസപ്പടി ഇടപാടിലാണ് ഈ നിർണായക നീക്കം. എന്നാൽ റെയ്ഡ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തെരുവിൽ വലിയ അക്രമ പരമ്പരകളാണ് അരങ്ങേറിയിരിക്കുന്നത്. ഇഡിയുടെ വണ്ടികൾ തല്ലിപ്പൊളിക്കുന്നു, കേന്ദ്ര സേനയ്ക്ക് നേരെ പോലീസിന്റെ ഹെൽമറ്റ് ഊരിയെറിയുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണോ അതോ നിയമപരമായ നടപടിയാണോ? പരിശോധിക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ സൈബർ സഖാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. CPMന് ഭരണം നഷ്ടപ്പെട്ട ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ എന്തുകൊണ്ട് ഇഡി റെയ്ഡ് നടത്തുന്നു? ഇതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ വിചാരിച്ചപ്പോൾ തുടങ്ങിയ റെയ്ഡല്ല. ഇതിന് പിന്നിൽ കൃത്യമായ കോടതി ഉത്തരവുണ്ട്. മാസപ്പടി കേസിൽ തങ്ങൾക്കെതിരെയുള്ള ഇഡി നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതി തുടക്കത്തിൽ ഇതിന് സ്റ്റേ അനുവദിച്ചിരുന്നു. ഇതുകൊണ്ടാണ് ഇഡിക്ക് നേരത്തെ നടപടിയെടുക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം കേസ് വീണ്ടും പരിഗണിച്ച ഹൈക്കോടതി ഇഡിക്ക് മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കി. ഈ സ്റ്റേ നീക്കം ചെയ്യുകയും ചെയ്തു. അതായത് ഒരു മിനിറ്റ് പോലും വൈകാതെ ഇഡി നടത്തുന്ന ഈ റെയ്ഡ് കേരള ഹൈക്കോടതിയുടെ പൂർണ്ണമായ അനുമതിയോടെ ഉള്ളതാണ്. ഇതിൽ ഒരു രാഷ്ട്രീയ പ്രതികാരവും ഇല്ല. CPMനെ തകർക്കാൻ BJPയും കോൺഗ്രസും ഒത്തുകളിക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാന ക്യാപ്സ്യൂൾ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. കേരള നിയമസഭയിൽ വെറും 35 സീറ്റുകളിലേക്ക് ചുരുങ്ങി ഭരണം പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പാർട്ടിയെ തകർക്കാൻ BJPയോ കോൺഗ്രസോ വിചാരിക്കേണ്ട കാര്യമുണ്ടോ? രാഷ്ട്രീയമായി ഒരു ഭീഷണിയെ അല്ലാത്ത ഈ പാർട്ടിക്കെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തേണ്ട കാര്യം കേന്ദ്രത്തിന് ഇല്ല. ഈ കേസ് തുടങ്ങിയത് രാഷ്ട്രീയക്കാരനല്ല. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ROC രജിസ്റ്റർ ഓഫ് കമ്പനീസ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് CMRL കമ്പനിയിൽ കോടിക്കണക്കിന് രൂപയുടെ കൃത്രിമ ഇടപാടുകൾ കണ്ടെത്തിയത്. ആദായ നികുതി വെട്ടിക്കാൻ നോക്കിയ കാര്യം കമ്പനി തന്നെ സമ്മതിച്ചതുമാണ്. ആ അന്വേഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പുറത്തു വരുന്നത്. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിലിനും അവരുടെ കമ്പനിക്കും CMRL നിന്ന് പ്രതിമാസം 5 ലക്ഷവും 3 ലക്ഷവും വീതം, അതായത് ടോട്ടലായി 8 ലക്ഷം രൂപ എല്ലാ മാസവും കൃത്യമായി അക്കൗണ്ടിലെത്തിയിരുന്നു. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് കൈപ്പറ്റിയത്. ഇവിടെയാണ് പ്രധാന ചോദ്യം. ഈ കോടികൾ വാങ്ങാൻ എന്ത് സേവനമാണ് വീണയുടെ കമ്പനി CMRLന് നൽകിയത്? ചാനൽ ചർച്ചകളിൽ വരുന്ന സഖാക്കൾ പറയുന്നത് ഇത് ടാലിയും മൈക്രോസോഫ്റ്റ് ഓഫീസും ഒക്കെ മെയിൻ്റനൻസ് ചെയ്തതിനാലാണ് എന്നാണ്. IT-യുടെ ABCD അറിയാത്തവർക്ക് പോലും ചിരി വരുന്ന ന്യായീകരണമാണിത്. ടാക്സ് അടച്ചു, ബാങ്ക് വഴിയാണ് പണം വാങ്ങിയത് എന്നതുകൊണ്ട് മാത്രം ഒരു അഴിമതി അല്ലാതാകുന്നില്ല. നിങ്ങൾ നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജ് മാത്രമാണോ എന്ന് ഏജൻസികൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കുമോ? ഈ സാഹചര്യത്തിലാണ് വീണ വിജയന്റെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ വക ഒരു മാസ് ഡയലോഗ് വരുന്നത്. നിങ്ങൾ വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല, അവസാന ശ്വാസം വരെ പോരാടും. കേട്ടാൽ തോന്നും ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് പോവുകയാണെന്ന്. റിയാസ് സാറേ, ഇവിടെ ആരും ആരെയും വളഞ്ഞിട്ട് അടിക്കുന്നില്ല. രാജ്യത്തെ നിയമം അതിന്റെ വഴിക്ക് പോകുന്നു. അവസാന ശ്വാസം വരെ പോരാടുന്നതിന് മുൻപേ നിങ്ങളുടെ ഭാര്യ ആ കമ്പനിക്ക് എന്ത് IT സേവനമാണ് നൽകിയത് എന്ന് ജനങ്ങളോടൊന്ന് വ്യക്തമാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. അതിന് എന്തുകൊണ്ടാണ് ഇത്ര മടി? നിയമപരമായ പരിശോധന നടക്കുമ്പോൾ കെട്ടിടത്തിനുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുക, EDയുടെ വണ്ടികൾ തല്ലിപ്പൊളിക്കുക, ഡ്യൂട്ടിയുള്ള കേന്ദ്ര സൈനികർക്ക് നേരെ അക്രമം അഴിച്ചുവിടുക, ഇതൊക്കെ ഏത് ജനാധിപത്യത്തിന്റെ പേരിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? കേരളത്തെ ഒരു കലാപം ഭൂമിയാക്കാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് അന്തം കമ്മികൾക്കും CPM നേതാക്കൾക്കും നൽകാനുള്ള ഒരേയൊരു ഉപദേശം ഇതാണ്: ചെറുതായിട്ടൊന്ന് അടങ്ങുക. നിയമപരമായി നടക്കുന്ന അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. തെരുവിൽ തെമ്മാടിത്തം കാണിക്കുന്ന അണികളെ ശാന്തരാക്കാൻ നേതൃത്വം തയ്യാറാവണം. അനാവശ്യമായ ഇരവാദം കളിച്ച് സമയം കളയാതെ വാങ്ങിയ കോടികൾക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ നോക്കും. നിയമപരമായ EDയുടെ നടപടികൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി. ജയ് ഹിന്ദ്.